Day we have ended our portion with the different types of securities, labor welfare, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ IR റിലേഷൻസിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യണം ലേബറിൻ്റെ വെൽഫെയർ അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റിയാണ്. സോ വി ക്യാൻ ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് ദിസ് IR or industrial relation. So we Agnihotri has defined industrial relation as the relationship between the employees and the management which stems directly or indirectly from union-employer relations. So, Agnihotriയുടെ definition ആണിത്, the relationship between the employees and the management. ഒരു റിലേഷൻഷിപ്പാണ് എംപ്ലോയീസും അതേപോലെ അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന മാനേജ്മെൻറ്റും ദാറ്റ് ഡയറക്ട്ലി സ്റ്റെംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം യൂണിയൻ എംപ്ലോയർ റിലേഷൻസ്. അത് കൂടുതലും കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ യൂണിയനുകളുടെ റിലേഷൻസ് കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് IR വരുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ. പക്ഷേ നമുക്കൊരു കോംപ്ലെക്സ് കൾച്ചറാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് എംപ്ലോയീസ് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു കോംപ്ലെക്സ് സ്ട്രക്ചറാണ് ഓൾവേസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ആൻഡ് ഇറ്റ്സ് ഓൾസോ മൾട്ടി ഫങ്ഷണൽ, മൾട്ടി ഡയമെൻഷണൽ. പല ഡയമെൻഷൻസിലുള്ള ആൾക്കാരല്ലേ, വർക്കർ ലെവലുണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അങ്ങനെ പല ഡയമെൻഷനിലുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മേജർ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്ട്സ് ഒരു ഓർഗനൈസേഷനിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം മാറ്റി അതിനെ ഒരു കോർപ്പറേഷനിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ IR റിലേഷൻസിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഒരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോമൺ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ഇൻഡസ്ട്രിയുടെ പർപ്പസ് എന്ന് വെച്ചാൽ എന്താ, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെൽബീയിങ് അല്ലെങ്കിൽ വെൽഫെയർ ഓർ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റാണ്. അതെല്ലാം ഒക്കെ ആയിട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം. സോ ദർ ഷുഡ് ബി എ കോർപ്പറേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി employees to have a greater success or to achieve these objectives of the industry. ഒരു കോമൺ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ there should be a cooperation other than the conflict എപ്പോഴും സോൾവ് ചെയ്യണം. അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഒരു ഇന്നവിറ്റബിൾ പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ പല ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർ പല ലെവലിലുള്ള ആൾക്കാരാകുമ്പോൾ തമ്മിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇൻ്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ എംപ്ലോയീസിന് തന്നെ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ്, നമുക്ക് വർക്ക് ചെയ്യേണ്ടതും വീട്ടിലെ കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറിനോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, പിയർ മെമ്പേഴ്സിനോട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, പല ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് ഒരു കോർപ്പറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ദർ റിക്വയർസ് ആൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. സോ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഇൻഡസ്ട്രി. സോ വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ എന്തെല്ലാം ഫാക്ടേഴ്സാണ് IRനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ല വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ IR. അതിലെ മെയിൻ ഫാക്ടേഴ്സാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, സൈക്കോളജിക്കൽ, പൊളിറ്റിക്കൽ, എൻ്റർപ്രൈസ് റിലേറ്റഡ് ആൻഡ് ഗ്ലോബൽ. ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു IRനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദ മേജർ ഡിറ്റർമിനൻസ് ഓഫ് ദി IR ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, സൈക്കോളജിക്കൽ, പൊളിറ്റിക്കൽ, എൻ്റർപ്രൈസ് റിലേറ്റഡ് ആൻഡ് ഗ്ലോബൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഫാക്ടേഴ്സ്, അവിടുത്തെ സ്റ്റേറ്റ് പോളിസീസ് ഉണ്ടാവും, ഒരു സ്റ്റേറ്റിൻ്റെ പോളിസി ഉണ്ടാവും. അത് ലേബറിന് പല ലോസ് ഉണ്ട്, ലേബർ ലോസ് ഉണ്ട്, ചൈൽഡ് ലേബർ ലോ ഉണ്ട്, വിമൻ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്, ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള ലേബർ ലോസ് ഉണ്ടാവും. പിന്നെ വോളണ്ടറി കോഡ്സ് ഉണ്ടാവും, കളക്റ്റീവ് അഗ്രിമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ലേബർ യൂണിയൻസ്, എംപ്ലോയീസ് ഓർഗനൈസേഷൻ, ദെൻ കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ജോയിൻറ്റ് ഫാമിലി, ക്രീഡ്, സിസ്റ്റം ഓഫ് ബിലീഫ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, മോട്ടിവേഷൻ, ഇതെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആയിട്ട് ഇൻക്ലൂഡഡ് ആവുന്നത്. സെക്കൻഡ് വൺ ഇസ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഹയർ ലെവലിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ലേബറിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പവർ എവിടെയാണ്, അതേപോലെ അവർക്ക് എവിടെ നിന്നാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ സോഴ്സ് കിട്ടുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ സോഷ്യലിസ്റ്റ്, ഒരു ക്യാപിറ്റലിസ്റ്റ്, ഒരു കമ്മ്യൂണിസ്റ്റ്, ഏത് രീതിയിലുള്ള എക്കണോമിക് ഓർഗനൈസേഷൻ, ചിലപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കാം ഇതിനെ ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആവോ, ഓർ എ കമ്മ്യൂണിസ്റ്റ്, ഓർ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്, ഓർ കമ്പനി ഓണർഷിപ്പ്, ഓർ ഗവൺമെൻറ് ഓണർഷിപ്പ്, ഇങ്ങനെ പല രീതിയിലായിരിക്കും ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാമാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇവരെങ്ങനെയാണോ ഡിസിഷൻ എടുക്കുന്നത്, എല്ലാ എംപ്ലോയീസിനെയോടും ചേർന്നിട്ടാണോ എടുക്കുന്നത് അല്ലയോ, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മാറും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഫാക്ടർ. തേർഡ് വൺ ഇസ് ദ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്.
ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മൾക്ക് പല രീതിയിലുള്ള ടെക്നോളജീസ് ഉണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഗ്ലോബൽ കോൺഫ്ലിക്ട്സിനൊക്കെ കാരണമാകുന്ന പല രീതിയിലുള്ള ടെക്നോളജി. അപ്പോൾ നമ്മൾ പഴയ മെത്തേഡ്സ് മാറ്റി പുതിയ മെത്തേഡ്സിലേക്ക് മാറുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് കാണാറുണ്ട് ഒരു ഓർഗനൈസേഷനിൽ. നമ്മുടെ എംപ്ലോയീസിന് ഇപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി വലിയ വിവരമില്ലാത്ത എംപ്ലോയീസാണ് നമുക്കുള്ളത്. ബട്ട് വി വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദ ERP സിസ്റ്റം, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതുപോലെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് എന്ന രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ എപ്പോഴും നമ്മുടെ എംപ്ലോയീസിന് അതിനെ പറ്റിയിട്ടൊരു വിവരം ഇല്ലാത്തിടത്തോളം കാലം ദേ വിൽ റെസിസ്റ്റ് ദാറ്റ് ചേഞ്ച്. ദേ വിൽ കോസ് സം കൈൻഡ് ഓഫ് സ്ട്രൈക്സ്, ടെക്നോളജിക്കൽ ലോക്കൗട്ട്സ്, അങ്ങനെ അവർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രി റിലേഷൻ ഒരു ബെറ്റർ ആണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ എംപ്ലോയീസിനെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ചേഞ്ച് വരുന്നതുകൊണ്ട് നിങ്ങൾക്കും നല്ലതാണെന്ന രീതി പഠിപ്പിച്ചാൽ മാത്രമേ ദേ വിൽ accept those. സോ ഇങ്ങനത്തെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സും ഒരു IRനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ദ സൈക്കോളജിക്കൽ ഫാക്ടർ. എന്ന് വെച്ചാൽ ഓരോ വർക്ക് ഫോഴ്സിൻ്റെ ചിന്ത എന്താണ്, അതുപോലെ ഓണേഴ്സിൻ്റെ ചിന്തയാണ് എന്താണ്. ഇപ്പോൾ ഓണേഴ്സിന് തോന്നുക ഈ വർക്കേഴ്സ് എല്ലാം എൻ്റെ കീഴിലല്ലേ, ഞാൻ പറയുന്നത് എന്തും ചെയ്യേണ്ടതാണ് എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഓണേഴ്സിൻ്റെ ചിന്ത. ചിലപ്പോൾ വർക്ക് ഫോഴ്സിന് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്താലേ ഓണറിന് ഗുണം ഉണ്ടാവുള്ളൂ എന്ന രീതിയിൽ അവർക്കായിരിക്കും പവർ അവരുടെ മനസ്സിൽ. അങ്ങനെ പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ്. ചിലവർ ഇഷ്ടത്തോടെ ആയിരിക്കും ജോലി ചെയ്യുക, ചിലപ്പോൾ ചിലവരാണെങ്കിൽ അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെസ്സും ബോർഡമുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യും. ഒരു മെഷീൻ അല്ലല്ലോ മനുഷ്യർ, അവർക്ക് പല രീതിയിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിൽ മാച്ച് ആവാതെ വരിക, അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം എന്താണ്, പൊളിറ്റിക്കൽ പ്രഷർ എത്രത്തോളം ഉണ്ട്. ചില ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ് വരാറുണ്ട്. സംടൈംസ് ദാറ്റ് ഓർഗനൈസേഷൻ ഡസൻറ്റ് വോണ്ട് എനി കൈൻഡ് ഓഫ് ലേബർ conflicts to be occurring due to those ട്രേഡ് യൂണിയൻസ്. പക്ഷേ അങ്ങനെ ഇൻക്ലൂഡ് ആവുന്ന ചില ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും, ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ടാവും, നമ്മുടെ ലേബർ പ്രോബ്ലംസ് എല്ലാം ഉയർത്തി കാണിക്കുന്ന ചിലവരുണ്ടാവും. ചിലവർ അവരുടെ ഇൻഫ്ലുവൻസ് ചീത്ത ലേബേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നിർബന്ധിക്കുന്ന ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഒരു IRനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എൻ്റർപ്രൈസ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഒരു എൻ്റർപ്രൈസിന് റിലേറ്റഡ് ആയിട്ട് ഫാക്ടേഴ്സ് ഏതാ വരിക, കോമ്പറ്റീഷൻ. ഇതേപോലത്തെ ഒരു ഫേം ഉണ്ട്, അപ്പോൾ ആ ഫേമിൻ്റെ അതുപോലെ ആ ഓർഗനൈസേഷന് ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഗുഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇതെല്ലാം ഒരു എൻ്റർപ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. എങ്ങനെ ചേഞ്ചുമായിട്ട് മാറുന്നു, ഹ്യൂമൻ റിസോഴ്സൊക്കെ എങ്ങനെ പോളിസീസിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു, ഇതെല്ലാമാണ് എൻ്റർപ്രൈസ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്ലോബലായിട്ട് എന്തെല്ലാമാണ്, ഇപ്പം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഓരോ ഡെസിഷൻസ് അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ വരും. അങ്ങനെ നമുക്ക് കുറേ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഉണ്ട് വേറെ കൺട്രീസുമായിട്ടെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റ് എല്ലാം വേറെ കൺട്രിയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ റൂൾസ് മാറുകയാണെങ്കിൽ നമ്മളിലേക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്ലോബൽ ഫാക്ടേഴ്സ്. സോ in totally these are the determinants or the factors that affect the IR relations. What are they? Institutional, economic, technological, psychological, political, enterprise related and global. There are 7 factors influencing. Okay, next we want to study what are the parties of industrial relations. Or industrial relations il endellam parties are involved aagune. Mainly we can say we have 3. പക്ഷെ കുറേ ഉണ്ട്. എംപ്ലോയീസ് ഉണ്ടാവും, അതേപോലെ ട്രിബ്യൂണൽസ് ഉണ്ട്, എംപ്ലോയി അസോസിയേഷൻസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്, പിന്നെ കുറേ പാർട്ടീസ് ഉണ്ട്. അതിനെ നമുക്ക് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. വർക്കേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് വന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്ന ട്രിബ്യൂണൽസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർ ദി എംപ്ലോയീസ് ട്രിബ്യൂണൽസ് വരും. പിന്നെ അവരെ അപ്പോയിൻറ്റ് ചെയ്ത അസോസിയേഷൻസ് ഉണ്ടാവുമല്ലോ, ട്രേഡ് യൂണിയൻസ് പോലെ, അത് വരുന്നുണ്ട്. പിന്നെ എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, എംപ്ലോയീസ് വരും, അവർ കൺട്രോൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും, മാനേജ്മെൻറ്റ് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഗവൺമെൻറ്. സോ totally we can classify these parties into 3 categories: workers and their organization, employees and their organization, and the government. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് വാട്ട് ഇസ് ദ വർക്കർ ആൻഡ് ദെയർ അസോസിയേഷൻ. എങ്ങനെയാണ് വർക്കർ ആൻഡ് ദെയർ അസോസിയേഷൻ ബിക്കം എ പാർട്ടി ഇൻ ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ. എംപ്ലോയീസ്, വർക്കേഴ്സ് എന്ന് വെച്ചാൽ എംപ്ലോയീസ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനിൽ ഒരു വർക്ക് നടക്കത്തില്ല. അപ്പോൾ അവരുടെ
അവരുടെ വർക്കറിൻ്റെ കൾച്ചർ എന്താണ്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അത് പേഴ്സണൽ സ്കിൽസ് എന്താണ്, ഇതെല്ലാം ഒരു വർക്കിനോടുള്ള അവരുടെ താല്പര്യം എന്താണ്, ഇഫ് ദേ ആർ മോട്ടിവേറ്റഡ് ടു ദ വർക്ക് ഓർ ദേ ആർ ഡൂയിങ് ഫോർ സം കൈൻഡ് ഓഫ് മോണിറ്ററി ബെനിഫിറ്റ്, അങ്ങനെ ഓരോ ബേസ്, ഇതെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ട്രേഡ് യൂണിയൻസ്, ഇവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന അവരുടെ സോഷ്യൽ ഇൻട്രസ്റ്റുകളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ചേർന്നുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ട്രേഡ് യൂണിയൻസ്. എപ്പോഴും അവരായിരിക്കും, ട്രേഡ് യൂണിയൻസ് ആണ് ഈ ഓർഗനൈസേഷൻസ് എന്നുള്ള രീതിയിൽ പെടുന്നത്. അവരാണ് നമ്മുടെ മാനേജ്മെൻറ്റിൽ പ്രഷർ കൊടുക്കുക, നമ്മുടെ എംപ്ലോയീസിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എല്ലാം മീറ്റ് ചെയ്യാം. ഇപ്പോൾ സാലറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ വിൽ ബി ഇൻവോൾവ് ഇൻ ദോസ് ആൻഡ് വിൽ ടേക്ക് ആക്ഷൻ ഓർ ഗീവ് പ്രഷർ ടു ദ മാനേജ്മെൻറ്റ് ടു മേക്ക് ദ പേയ്മെൻറ്റ് സൂൺ. അപ്പം അങ്ങനെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അവിടെ കൂടുതലും വർക്കേഴ്സിനെ ബിഹാഫിൽ, മാനേജ്മെൻറ്റിനോട് വർക്കേഴ്സിൻ്റെ ബിഹാഫിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ട്രേഡ് യൂണിയൻസിൽ മെയിൻലി വരുന്നത്. ഓക്കെ, സോ എപ്പോഴും ഇന്ത്യയിലും ഉണ്ട് ട്രേഡ് യൂണിയൻസ്. നമുക്കറിയാം പല പാർട്ടികളുടെ രീതിയിലായിരിക്കും ട്രേഡ് യൂണിയൻസ് വരുന്നത്. ഓക്കെ, പക്ഷെ ചില കൺട്രീസിലെല്ലാം എന്ന് വെച്ചാൽ ലൈക്ക് ഫ്രാൻസ്, നോർവേ, ഡെൻമാർക്ക്, ഓസ്ട്രിയ, ഇങ്ങനെയുള്ള കൺട്രീസിലെല്ലാം അവർ ഒരു ക്ലാസ് ബാർഗൈനേഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെച്ചാൽ അവർ കളക്റ്റീവ് അഗ്രിമെൻറ്റ്സ് എടുക്കും, 2-3 വർഷത്തേക്കുള്ള അഗ്രിമെൻറ്റ്സ് കൊടുത്തിട്ട് അവരുടെ നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒരു ഷെയർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കൺട്രികളിലെല്ലാം ഒരു ട്രേഡ് യൂണിയൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിലാണ് ഒരു വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ എന്ന പാർട്ടി ഇൻവോൾവ് ആകുന്നത്. മെയിൻലി ദ എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻ, ദീസ് ഓൾ, ആൻഡ് ദ ട്രേഡ് യൂണിയൻ, ദാറ്റ് ഇസ് ദർ ഓർഗനൈസേഷൻ വിച്ച് ഹെൽപ്പ് ടു ഗെയിൻ ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. Okay, this is the first party. Second one is the employees and their organization. Employees എന്ന് പറഞ്ഞാൽ ആരാ? എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നവരാണ് എംപ്ലോയർ, അല്ലേ? നമുക്ക് മാനേജ്മെൻ്റ് ആണ് ജോലി തരുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് ഇസ് എംപ്ലോയർ ആൻഡ് ഐ എം ദ എംപ്ലോയി. ഓക്കെ, അങ്ങനെ വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെ എംപ്ലോയർ എന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എംപ്ലോയീസിന് ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത ആൾ നല്ലപോലെ വർക്ക് ചെയ്യണം, എനിക്ക് വേണ്ടതെല്ലാം തരണം എന്നാണ് ഒരു എംപ്ലോയർ ചിന്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഡിമാൻഡ്സ് കൂടുതലായിരിക്കും. നമ്മുടെ വർക്കേഴ്സിന് ബെനിഫിറ്റ്സ് നോക്കുന്ന, അവർക്ക് എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിലും ദേ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി പ്രൊഡക്ടിവിറ്റി, ദ എംപ്ലോയീസ്. അങ്ങനെ എപ്പോഴും ഒരു അൺറെസ്റ്റ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് എന്നാണ് അതിന് പറയുക. അവരെപ്പോഴും ഡിമാൻഡ് ചെയ്യും ദാറ്റ് കാൺ ബി പ്രൊവൈഡഡ് ബൈ ദി വർക്കേഴ്സ് ഇൻ സം കേസസ്. അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും? മാക്സിമം ഫോഴ്സ് കൊടുത്ത് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. ബട്ട് ഇൻ ദാറ്റ് കേസ് വർക്കേഴ്സ് വിൽ ബി ഗിവിംഗ് പ്രഷർ ഓൺ ദി ട്രേഡ് യൂണിയൻസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് വിൽ ബി ഗിവിംഗ് ദ പ്രഷർ ഓൺ ദി മാനേജ്മെൻറ്റ് ടു സ്റ്റോപ്പ് ദിസ്. അപ്പോൾ ഒരു അൺറെസ്റ്റ് ആണ് ഇതെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതലും ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എംപ്ലോയീസും യൂണിയനും തമ്മിലൊരു നല്ല റിലേഷൻ ഉണ്ടാവണം. എംപ്ലോയറും എംപ്ലോയീസും യൂണിയനും തമ്മിലുള്ള, യൂണിയൻ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയീസ് എപ്പോഴും. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഒരു മാച്ച് ഉണ്ടായിരിക്കണം. അതുപോലെ ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് മാനേജ്മെൻറ്റിലാണെങ്കിലും അത് ഇപ്പം എംപ്ലോയീസിനെ എഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണെങ്കിൽ ദേ നീഡ് ടു ബി ഡിസ്കസ്ഡ് വിത്ത് ദോസ് എംപ്ലോയീസ് ഓൾസോ. അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും ഗ്രിവൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അതോറിറ്റി വേണം. അത് എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഡിസൈൻ ചെയ്ത് നോക്കുന്നുണ്ടോ, ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിരിക്കും ഈ റിലേഷൻഷിപ്പ്. അതേപോലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്ന ഇൻ്റർപേഴ്സണലോ ഇൻട്രാപേഴ്സണലോ എന്ത് ഡിസ്പ്യൂട്ട്സ് എംപ്ലോയീസ് തമ്മിലുണ്ടാകും അത് സോൾവ് ചെയ്യാൻ എത്രത്തോളം നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് ഇടപെടുന്നു. ദാറ്റ് ഓൾസോ എഫക്ട്സ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് ഓൾസോ ദ ബിസിനസ് സ്ട്രാറ്റജി. എംപ്ലോയീസിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ് ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊമോട്ട് ദിസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ നല്ലതാക്കാൻ വേണ്ടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. ആൻഡ് ദി ലാസ്റ്റ് പാർട്ടി ഇൻവോൾവ് ഇസ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് IRൽ പല രീതിയിലുള്ള ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ്റാണ് പല രീതിയിലുള്ള ലോസ് അതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ട്. ഇപ്പോൾ വേജസിൻ്റെ രീതികൾ, കാൽക്കുലേഷൻസ് എന്താണ്, ഒരു വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം ഒരു ഫേമിൻ്റെ, വാട്ട് ആർ ദ ബോണസ് ടു ബി ഗിവൺ, ഇങ്ങനെ ഒരു കാര്യങ്ങളും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ണും നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ മേലെ അതേപോലെ നമ്മുടെ എംപ്ലോയീസ് ഓർഗനൈസിൻ്റെ മേലെ ഉണ്ടായിരിക്കണം. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഒരു ട്രൈ പാർട്ടി ആയിട്ടാണ്, ഈ രണ്ട് പാർട്ടികളുടെ ഇടയിൽ ഉള്ളൊരു മീഡിയേറ്റർ ആയിട്ടാണ് ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നത്.
ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ്, അതുപോലെ WHO, ഇങ്ങനെ പല ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള. സോ ദേ ഷുഡ് ഗീവ് പ്രഷർ ഓൺ ദി മാനേജ്മെൻറ്റ് ടു ഗീവ് ഓൾ ദി ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ദി എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ലോസും ഉണ്ട്. അതേപോലെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ടാവരുത്. ട്രേഡ് യൂണിയൻ കാരണം ചിലപ്പോൾ ചില മാനേജ്മെൻറ്റ് ഇടിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ചില പുതിയ ഫാക്ടറീസ് എല്ലാം വരുമ്പോൾ ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കുക, വേജസ് കുറവാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സ്ട്രൈക്ക് ഉണ്ടാക്കി ആ ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ തന്നെ നിർത്തിവെക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഗവൺമെൻറ് ഒരു നല്ല രീതിയിൽ ഇടപെടാത്തതുകൊണ്ടാണ്. ഗവൺമെൻറ് ഷുഡ് ഓൾസോ ഇൻവോൾവ് ഇൻ ബോത്ത് ദ പാർട്ടീസ്. ദേ ഷുഡ് സീ ദ ബെനിഫിറ്റ്സ് റിസീവ് ഫോർ ബോത്ത് പാർട്ടീസ്. നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിനും അതേപോലെ എംപ്ലോയറിനും ഒരേ രീതിയിലായിരിക്കണം ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദി ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. So we have discussed the different parties involved in the industrial relation. What are they? Workers and the organization, then the employers and their organization, and also the government. Next, we want to study what is the significance of a good industrial relation. ഒരു ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു ഇൻഡസ്ട്രിക്കും അതേപോലെ എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. The first one is, we know that it is industrial peace. If there is only a cordial relationship or a harmony ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിസ്പ്യൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്ത് നല്ലൊരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പീസിലെത്തുള്ളൂ. That is, they want to concentrate on the productivity and growth. There should be peace in the organization, for which industrial relation is very important. Second one is higher productivity. Only if the workers take an interest to do this work, അവരുടെ ജോബിനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേ ഹാവ് എ കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി ഉണ്ടെങ്കിൽ, എംപ്ലോയീസിൻ്റെ ലോയൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ പ്രൊഡക്ടിവിറ്റി അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ആ ഇൻഡസ്ട്രിയുടെ ഇൻ ടേൺ ഫോർ ദി നേഷൻ ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ടു ഇൻക്രീസ് ആ productivity of a firm, there should be better or a good IR relation. And third one is industrial democracy. ഡെമോക്രസി വേണം. ഏത് ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള എംപ്ലോയീസിനും അതേപോലെ മാനേജ്മെൻറ്റിനും ഒരേ രീതിയിലുള്ള ഡെമോക്രസി ആയിരിക്കണം. അവർക്ക് ആ ഇൻഡസ്ട്രിയിൽ അവരുടേതായൊരു റോള് കൊടുക്കണം. ദർ ഷുഡ് ബി നോ ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ്. എല്ലാം എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് ആയിരിക്കണം. ഓൺലി ദെൻ വി വിൽ റീച്ച് ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഇസ് ദ തേർഡ് വൺ, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഫോർത്ത് സിഗ്നിഫിക്കൻസ് ഇസ് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെയും കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് ഡെസിഷൻ മേക്ക് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് മീറ്റ് ചെയ്യുക, ലോങ് ടേം അഗ്രിമെൻറ്റ്സ് മീറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ വരുന്നത്. എപ്പോഴും ഏത് പാർട്ടീസ്, ഒരു ഓർഗനൈസേഷനിലുള്ള രണ്ട് പാർട്ടീസാണ് മെയിൻലി പറയുക, ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി എംപ്ലോയീസ്. ദർ ഷുഡ് ബി കോപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു പാർട്ടീസ്. Only then we can reach a industrial relation, good industrial relation. Next one is the fair benefit to the workers. വർക്കേഴ്സിന് മോണിറ്ററി ആയിട്ടുള്ളതും അതേപോലെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടണം. ജസ്റ്റ് പൈസ എന്ന രീതി മാത്രമല്ല, അവർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു പീസ് ഓഫ് മൈൻഡ്, എവറിത്തിങ്. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്. എവറിത്തിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദിസ് വർക്കേഴ്സ്. ദാറ്റ് ഇസ്, through only IR we can provide a fair benefit to these workers in the terms of monetary and non-monetary terms. നെക്സ്റ്റ് വൺ ഇസ് എ ഹൈ മൊറൈൽ. ഹൈ മൊറൈൽ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ കോർപ്പറേഷനിലും അതുപോലെ കോൺഫിഡൻസിലും വർക്കേഴ്സിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ആ ഓർഗനൈസേഷന് വർക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടണം. ഓൺലി ദെൻ ദേ വിൽ ബി വർക്കിംഗ് ടുവേർഡ്സ് ദിസ് ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഹൈ മൊറൈൽ. നെക്സ്റ്റ് വൺ ഇസ് ദ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ച്. ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് വരണം. ഒരു ഓർഗനൈസേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഓർ സം കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റ് ചേഞ്ച്, നല്ലൊരു മാനേജ്മെൻറ്റിലേക്ക് മാറുന്നു. അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ സാധ്യമാകുന്നു only if there is a good IR relation. നല്ല IR റിലേഷൻ ഉണ്ട്, അവിടുത്തെ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് ഹാർമണി ആൻഡ് കോഡിയൽ റിലേഷൻ ബിറ്റ്വീൻ ദം. ദെൻ വി ക്യാൻ ഡെവലപ്പ് ചേഞ്ചസ്. ഒരിക്കലും അങ്ങനെയുള്ളൊരു കേസിൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യില്ല അവിടുത്തെ എംപ്ലോയീസ്. ദേ വിൽ നോ ബെറ്റർ, ദേ വിൽ ഗെറ്റ് എ നോളജ് അബൌട്ട് ദ ചേഞ്ച്. എന്താണ് ഈ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്നൊക്കെ എംപ്ലോയീസിനെ അറിയിക്കാൻ പറ്റും. സോ ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ദ ചേഞ്ച്. അപ്പോൾ ബെറ്റർമെൻറ്റിനാണ് ഈ ചേഞ്ച് വരുന്നതെന്നുള്ളത് വർക്ക് ഫോഴ്സിന് വേഗം മനസ്സിലാവും, അവരതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ച്. നെക്സ്റ്റ് വൺ ഇസ് എ ലേബർ പോളിസി.
പല രീതിയിലുള്ള പോളിസീസ് ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഇൻഡസ്ട്രിക്ക് ബെനിഫിറ്റ് ഉള്ളതും അതേപോലെ എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉള്ളതും ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ, ലേബർ പോളിസീസ് എല്ലാം ബെറ്റർ രീതിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഗുഡ് IR റിലേഷൻ. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ എ സ്ട്രോങ് ട്രേഡ് യൂണിയൻ. ഒരു നല്ല ട്രേഡ് യൂണിയൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡസ്ട്രി റിലേഷൻ ഉണ്ടാവണം. ട്രേഡ് യൂണിയൻസ് പറയുന്നത് എംപ്ലോയീസ് കേൾക്കാനും അതുപോലെ ട്രേഡ് യൂണിയൻസിൻ്റെ ഡെസിഷൻസ് മാനേജ്മെൻറ്റ് ഉൾക്കൊള്ളാനും എല്ലാം വേണമെങ്കിൽ ആ എംപ്ലോയീസും അതേപോലെ ദ മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കണം. സോ ദീസ് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. വാട്ട് ആർ ദേ? ഇൻഡസ്ട്രിയൽ പീസ്, ഹയർ പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, കളക്റ്റീവ് ബാർഗൈനിങ്, ഫെയർ ബെനിഫിറ്റ് ടു ദ വർക്കേഴ്സ്, ഹൈ മൊറൽ, ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ച്, ലേബർ പോളിസീസ്, ട്രേഡ് യൂണിയൻ, that is a strong trade union. So these are the major significance of industrial relation. So next we want to study what is the objective of IR. So today we have discussed what is IR, what are the major factors that influence IR, and who are the major parties involved in the industrial relation, and also the സിഗ്നിഫിക്കൻസ്. ഒരു നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്തെല്ലാം ഗുണങ്ങളാണ് ഇൻഡസ്ട്രിക്കും വർക്കേഴ്സിനും തരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇതേപോലെ തന്നെയാണ് ഒബ്ജക്റ്റീവ്സും വരുന്നത്. സോ വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ മെയിൻലി അക്കോർഡിംഗ് ടു കിർക്കാർഡ്ലി എന്ന് പറഞ്ഞ ആൾ നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ മെയിൻലി 4 രീതിയിലാണ്, 4 ഒബ്ജക്റ്റീവ്സാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ് ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദി മെയിൻലി? ഇംപ്രൂവിംഗ് ദ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. വർക്കേഴ്സിനുള്ള എക്കണോമിക് കണ്ടീഷൻസ് വെച്ചാൽ അവരുടെ സാലറി, വേജസ് റിലേറ്റഡ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, ബോണസ്, വർക്കിംഗ് കണ്ടീഷൻസ്, അതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ റിലേഷൻ വേണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു ഇംപ്രൂവ് ദ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് മാനേജ്മെൻറ്റ്. Second, to have a control by the state over the industries to regulate the production and IR. നല്ല ഇൻഡസ്ട്രിയൽ റിലേഷനും അതുപോലെ നല്ല പ്രൊഡക്ഷനും നടക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു കൺട്രോൾ വേണം ഒരു ഇൻഡസ്ട്രിയിൽ. അതും IRലൂടെ മാത്രമാണ് സാധ്യമാകുന്നതെന്നാണ് കിർക്കാർഡ്ലി പറഞ്ഞത്. Third one is the socialization and nationalization of industry by making the state itself an employer. ഒരു ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്യാൻ അതേപോലെ അത് സോഷ്യലൈസ് ചെയ്യാൻ നല്ല ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ലോക്കൽ പബ്ലിക്കിൻ്റെയും എംപ്ലോയീസിൻ്റെയും എംപ്ലോയറിൻ്റെയും എല്ലാം ഒരു നല്ല കോപ്പറേഷനിൽ വർക്ക് ചെയ്യണമെങ്കിലും ദാറ്റ് റിക്വയർസ് ആൻ IR. ദാറ്റ് ഈസ് an objective given by Kirkladley. Next, and the last objective given by him is the vesting the proprietorship of the industry in the workers. വർക്കേഴ്സിന് തന്നെ അവരുടെ ഒരു റോൾ ഉണ്ട് ആ ഇൻഡസ്ട്രിയിൽ. ആ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് അവരുടെയും കൂടെ ബേസിലാണ്. സോ ദേ ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആൻ ഇൻഡസ്ട്രി എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ദി 4 objectives given by Kirkladley. What are they? Improving the economic conditions of the workers, then control by the state of the industry to regulate the production and also the industrial relation, socialization and nationalization of the industry by making the staff itself and the employer, and at last vesting the proprietorship. വർക്കേഴ്സിന് നമ്മളുടെ IRൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊപ്രൈറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റുന്നതാണ്. അവർക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നതാണ് 4 ഒബ്ജക്റ്റീവ്സ് മെയിൻലി പറയുന്നത്. അത് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാമെന്ന് പറ്റുകയെന്ന് വെച്ചാൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് റിസോൾവ് പ്രോബ്ലംസ് ത്രൂ ദ കളക്റ്റീവ് ബാർഗൈനിങ്. ദെൻ ഡീൽ ദ മ്യൂച്വൽ പ്രോബ്ലംസ് ഫ്രീലി, ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 2 കൂട്ടർക്കും പ്രോബ്ലംസ് ഉണ്ടാവും. എംപ്ലോയീസിനും പ്രശ്നങ്ങളുണ്ടാവാം, എംപ്ലോയേഴ്സിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനും പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം ഫ്രീലി കോർഡിനേറ്റ് ചെയ്യാനും അത് ഇൻഡിപെൻഡൻ്റ്ലി റെസ്പോൺസിബിലിറ്റി എല്ലാ പ്രോബ്ലംസും എടുത്ത് സോൾവ് ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ അതിനുള്ള ഒബ്ജക്റ്റീവും IRനാണ്. തേർഡ് വൺ ഈസ് മിനിമൈസ് ദ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രൈക്ക്, ലോക്ക് ഔട്ട്സ്, അൺറെസ്റ്റ് എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ വേണം. അതേപോലെ ഒരു ഇൻഡസ്ട്രിയിൽ ഭയങ്കര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും, അവിടെ കുറേ പേര് ആബ്സെൻ്റ് ആവുന്നുണ്ട്, വർക്കിംഗ് കണ്ടീഷൻസ് നല്ല രീതിയിലല്ല, അവർക്ക് വേജസ് നല്ല രീതിയിൽ കൊടുക്കാത്തതുകൊണ്ട് ആബ്സെൻറ്റിസം കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അത് മാനേജ്മെൻറ്റിനെ അറിയിച്ച് സോൾവ് ചെയ്യണമെങ്കിലും there should be a IR. So this is another objective of IR, to have or to minimize the conflicts or strikes or lockouts and unrest.
Then to cultivate and develop the habit of workers' participation in management. വർക്കറിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ വർക്കേഴ്സ് അത്രത്തോളം നല്ല രീതിയിലായിരിക്കില്ല ഇൻവോൾവ് ചെയ്തിരുന്നത് ഇൻ പ്രീവിയസ് ടൈം. സോ ഒരു നല്ല IR ഉണ്ടാകുന്നതിന് ശേഷം വർക്കേഴ്സ് കൂടുതൽ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവും. ദേ വിൽ ഷോ സം ഓഫ് ദി ഇൻട്രസ്റ്റ് ഇൻ സം ഓഫ് ദി ഏരിയാസ്. ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടമുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടോട്ട് ചില ഐഡിയാസ് കൊടുക്കാനുള്ള റൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കൾട്ടിവേറ്റ് ദ ഹാബിറ്റ്. Okay, and last, or another objective is define and facilitate the government control over industries in regulated IR കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് കുറേ ഇപ്പോൾ ലേബർ ലോസ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. അതെല്ലാം കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എ ഗുഡ് IR relation pays a way. So the major objectives I have discussed as earlier of the Kirkcaldy, which are the 4-1 that was discussed, and latest കുറച്ച് കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ദാറ്റ് ഇസ് റിസോൾവ് പ്രോബ്ലംസ് ത്രൂ ദ കളക്റ്റീവ് ബാർഗെയിനിങ്, ഡീൽ മ്യൂച്വൽ പ്രോബ്ലംസ് ഫ്രീലി, ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് റെസ്പോൺസിബിലിറ്റി, minimize the conflicts, strikes, lockouts and unrest, cultivate and develop the habit of the workers' participation in management, define and facilitate the government control over the industries in regulating the IR. Okay, so these are the major objectives of IR mainly. So today we have discussed the portions related to the industrial relations. First we have seen the definition, then what are the major aspects that we want to see, that is cooperation and conflict. How we can change a conflict into cooperation. It is only possible through a good IR relation. Then we have seen the different determinants of the factors of IR: institutional, economic, technological, psychological, political, enterprise related and the global ones. I have discussed that too. Then we have seen the 3 parties involved in the IR: the workers and the organization, employees in the organization and the government. And then we have seen the significance of IR. Or IR വന്നുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും: ഇൻഡസ്ട്രിയൽ പീസ്, ഹയർ പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, കളക്റ്റീവ് ബാർഗെയിനിങ്, ഫെയർ ബെനിഫിറ്റ്സ് ടു ദ വർക്കേഴ്സ്, ഹൈ മൊറേൽ, ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ച്, ലേബർ പോളിസീസ് ആൻഡ് സ്ട്രോങ് ട്രേഡ് യൂണിയൻ. Next we have discussed the objectives given by the four objectives given by Kirkcaldy, and in extra we have seen some of the objectives also: resolve problem, minimize the conflicts, then workers' participation is promoted, and also facilitate the government control over the industries, and also deal the mutual problems with maximum responsibility. So today we have discussed up to this, and if you have any doubts you can message me. ഇതൊന്ന് റെഫർ ചെയ്യുക. ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു ഇഫ് യു ആർ റെഫറിങ് ഡെയിലി. ഞാൻ എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ ഒന്ന് വായിച്ച് നോക്കുക. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു read it. Okay, so we can meet in the next lecture with the major aspects or the dimensions and the aspects of the industrial relations will be meet in the next lecture. Okay, so that's all for the day. If you have any doubts, just message me, and thank you. We can meet in the next lecture.